വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഭരണത്തിൽ UDF തുടരുമോ അതോ LDF വരുമോ എന്ന കാര്യത്തിൽ പൊളിമിക്സിനൊന്നും പറയാനാവില്ല. എന്നാൽ മറ്റൊരു കാര്യം ഉറപ്പിച്ച് പറയാനാവും. LDFൻ്റെ, പ്രത്യേകിച്ച് CPIMൻ്റെ സ്ഥാനാർത്ഥികളെല്ലാവരും ജയിച്ച് നിയമസഭയിൽ വരികയാണെങ്കിൽ അവിടെ എല്ലാം ശരിയാകും. എന്താണ് ഇത്ര ഉറപ്പിച്ചു പറയുന്നത് എന്ന കാര്യത്തിൽ സംശയമുള്ളവർ ഇതാ ഈ മനുഷ്യൻ്റെ പിന്നാലെ ഒന്ന് ചെന്ന് നോക്കട്ടെ. ബഹുമാനപ്പെട്ട MLA സാർ നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. സഭയുടെ പ്രാർത്ഥന ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. വികസനത്തിന് വേണ്ടി, ഇവിടെയുള്ള ജനത്തിന് വേണ്ടി വളരെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ ദാസന് ഈ പ്രാവശ്യവും അനുഗ്രഹിക്കപ്പെട്ട ഉജ്ജ്വലമായ നല്ല വിജയം ദൈവതമ്പുരാൻ കൊടുക്കുവാൻ നമുക്ക് എല്ലാവരും കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. തൻ്റെ ദാസന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചാണ്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MLAക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദീർഘവർഷങ്ങളായി ഈ സമൂഹത്തിനു വേണ്ടി, ഇവിടെയുള്ള ജനത്തിനു വേണ്ടി വളരെ കണ്ണുനീരോടെ കർത്താവ് വളരെ ആവേശത്തോടെ, ശരീരം നോക്കാതെ, ആരോഗ്യം നോക്കാതെ, സമയം നോക്കാതെ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന അങ്ങയുടെ ദാസനെ നല്ല ജയം നൽകുമാറാകണമേ. തന്റെ ദാസനെ എതിരെ വ്യാപരിക്കുന്ന എല്ലാ തടസ്സങ്ങളും, മാനുഷികവും പൈശാചികവുമായ തടസ്സങ്ങളെയും മാറ്റി ഉജ്ജ്വലമായ വിജയം കർത്താവ് തന്നെ നൽകണം. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി തകരപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ദാസനെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഒരു സുഹൃത്തായി, സഹോദരനായി, നിങ്ങളുടെ ഒരു മകനായി, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ദുഃഖം, നാട്ടിലുണ്ടാകുന്ന ദുഃഖം എല്ലാത്തിനും ഞാൻ ഉണ്ടാകും. അത് മാത്രം പറയുന്നു. നന്ദി. കുതിരയെ യുദ്ധ ദിവസത്തിലേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കയ്യിലിരിക്കുന്നു എന്നാണല്ലോ വേദവാക്യം. അതിനാലാകണം ഈ പടക്കുതിര യുദ്ധത്തിൻ്റെ തലേ ദിവസം യഹോവയുടെ ആലയങ്ങൾ തേടി അലഞ്ഞുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 14 ദിവസങ്ങളായി നമ്മൾ ഇവിടെ ഈ നിയമസഭയിലും കേരള സംസ്ഥാന ഗവൺമെൻറ്റിലും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ ജയിച്ചു വരണം എന്ന് നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ഹൃദയംഗമായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവനെ കൊടുത്ത് തിരുമുമ്പിൽ പ്രാർത്ഥിക്കാം. നെബൂഖദ്നേസറിനെ കൊണ്ടുവന്ന സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ ഒത്തിരി വെല്ലുവിളികളുടെ മുമ്പിൽ, ഒത്തിരി പ്രതിബന്ധങ്ങളുടെ മുമ്പിൽ ഈ രാജ്യം ഭരിക്കത്തക്ക നിലയിൽ, ഈ കേരള സംസ്ഥാനം ഭരിക്കത്തക്ക നിലയിൽ നിയമസഭയിൽ കർത്താവേ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ, ഈ പ്രാവശ്യം ദൈവത്തിന് കരുണ തോന്നുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദങ്ങൾ ബാധിക്കുമ്പോൾ വൈദ്യുതി പെരുകിയിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സകല ഭീഷണികളെ, അന്ധകാര ശക്തികളെ, സകല വൈദ്യുതികളെ, സകല ശത്രുവിന്റെ നിലയിൽ നീക്കിക്കൊണ്ട് ഭയം ഉയർന്നു വരുവാൻ ഞാൻ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയമുള്ളവരെ കുടുംബാംഗങ്ങളെയും ഞാൻ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ പൈതൃകത്തിൽ ഇരിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് ജനതയെ നിയന്ത്രിക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാവശ്യം അത്ഭുതമാണ് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമമഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ വിസ്തുതിക്കും ദൈവസഭകളുടെ പുനരുദ്ധാരണത്തിനും ഈ കർത്താവെ കേരള മണ്ണിൽ പാർക്കുന്ന എല്ലാ മതവിശ്വാസികൾക്കും സ്വൈരമായി, സ്വസ്ഥമായി, സമാധാനത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങനെ ദാസനെ ജയിപ്പിച്ചു തരുവാൻ
ഞങ്ങൾ ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളികൾ നീങ്ങിപ്പോകുക. ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവം, ശത്രുക്കളുടെ മുമ്പാകെ വീഴ്ന്നൊഴി ഒരുക്കി മാനിക്കുന്ന ഒരു ദൈവം. വൈദികർ വർദ്ധിച്ചിരിക്കുമ്പോൾ അവയുടെ നടുവിൽ ഉയർത്തപ്പെടുന്ന ശിവകുട്ടി സാറിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സകലവിധ മഹത്വവും അനുഗ്രഹവും പ്രിയപ്പെട്ടവന് മേലെ ഇരിക്കട്ടെ. അവിടുത്തെ മഹത്വത്തോടെ നിറയ്ക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇതാണ് പൊളിമിക്സ് പറഞ്ഞത് എല്ലാം ശരിയാകുമെന്ന്. ഈ നിത്യ യൗവനക്കാരൻ്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന ബാധകളെയെല്ലാം ഒഴിപ്പിച്ച ശേഷമാണ് ഇദ്ദേഹത്തെ നിയമസഭയിലേക്ക് അയക്കുന്നത്. അതിനാൽ ഇനി നിയമസഭയിൽ കാണുന്ന ഇത്തരം രംഗങ്ങളിലൊന്നും ശിവൻകുട്ടിയെ കാണില്ല. കോപശീലനോട് സഖിത്വമരുത്, ക്രോധമുള്ള മനുഷ്യൻ്റെ കൂടെ നടക്കരുത് എന്നാണല്ലോ ബൈബിൾ പറയുന്നത്. അതിനാൽ ശിവൻകുട്ടിയുടെ കോപവും ക്രോധവും എല്ലാം ഒഴിപ്പിച്ച ശേഷമാണ് അദ്ദേഹത്തെ ബൂത്തിലേക്ക് തന്നെ അയച്ചത്. ഇങ്ങനെ ബാധ ഒഴിപ്പിച്ചെടുത്താണ് എല്ലാവരെയും LDF നിയമസഭയിലേക്ക് അയക്കുന്നത് എന്നതിനാൽ അവിടെ എല്ലാം ശരിയാകുമെന്നുറപ്പാണ്. അതുറപ്പായ സ്ഥിതിക്ക് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അതു കഴിഞ്ഞാൽ അമ്പലമുറ്റത്തെ മാടപ്രാവുകളെ കാണാം. ആത്മവിശ്വാസം അർദ്ധവിജയം എന്നാണല്ലോ ചൊല്ല്. നല്ല ആത്മവിശ്വാസമുള്ള ഒരാളെ പോളിംഗ് ബൂത്തിൽ കണ്ടു. മഴയാണെങ്കിലും ആളുകൾ വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തുന്നത് ഞാൻ കരുതുന്നില്ല. UDF നല്ല പ്രതീക്ഷയാണുള്ളത്. UDF ഇവിടെ നല്ല നിലയിൽ വിജയിക്കും. ഈ മുറ്റിയ ആത്മവിശ്വാസം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പൊളിമിക്സിനറിയാം. തൃപ്പൂണിത്തുറയിലെ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. रत्नैः कल्पितमानसं हिमजलैः स्नानं च दिव्याम्बरं नानारत्नविभूषितं मृगमदामोदाङ्कितं चन्दनं रत्नैः कल्पितमानसं हिमजलैः स्नानं च दिव्याम्बरं नानारत्नविभूषितं मृगमदामोदाङ्कितं चन्दनं ക്ഷേത്രത്തിൽ പോകുന്നവരെല്ലാം വിശ്വാസികളാണ് എന്നൊരു വിശ്വാസം പൊളിമിക്സിനില്ല. ദൈവത്തെ നേരിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിലും ദൈവവിശ്വാസികളെ വിശ്വസിക്കുന്നവരെ അവിടെ കണ്ടേക്കാം. സ്വർണ്ണഭൂഷിത ബിംബം
പറഞ്ഞല്ലേ DYFIക്കാർ പൊങ്കാല വരെ ഇട്ടില്ലേ? അത് ഞാൻ പറഞ്ഞത് വലിയ ആദർശം പറയുന്ന ആളുകൾ ഞങ്ങളൊക്കെ പിന്നെ അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. മനസ്സിലായില്ലേ? ഞാൻ എല്ലാ വ്യാഴാഴ്ചയും തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിൽ പോകും. ഈ പറഞ്ഞ ആളുകളൊക്കെ പോകുന്നതിന് മുമ്പ് ആ പൂർണ്ണത്രയീശ്വരനെ ഒന്ന് വണങ്ങിയിട്ട് പോയാൽ സന്തോഷം. എനിക്കിവിടെ വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചീട്ട് വേണം. അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും ആരാധനാലയങ്ങളിൽ പോകുന്നതെല്ലാം പ്രാർത്ഥിക്കാനാണെന്ന്. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് കണ്ടു. അദ്ദേഹം സ്ഥിരമായി ഞായറാഴ്ച കുർബാന കൂടാൻ പോകുന്ന ആളാണ്. ഞാൻ അദ്ദേഹം ഇതുപോലൊരു ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം എന്നെ ഇതുപോലെ ആളുകളുടെ ഇടയിൽ വെച്ച് പരിഹസിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. സഖാവ് ക്ഷേത്രത്തിലേക്ക് വരുമോ? അതിനുള്ള മറുപടി അപ്പം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നന്മയുള്ള മനുഷ്യർ എവിടെയെല്ലാം വരുമോ അവിടെയെല്ലാം ഞങ്ങൾ പോകും. അതാണ് പറഞ്ഞത്. അതെല്ലായിടത്തും പോകുന്നതാണ്. എല്ലാ അമ്പലത്തിൻ്റെ മുമ്പിലും തൃപ്പൂണിത്തുറയുള്ള ഇവർ കുറേ നോട്ടീസ് കൊണ്ടടിച്ച് കെട്ടുകണക്കിനൊന്നും കിട്ടും എതിരായിട്ട്. അത്തരം വൃത്തികേടൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. പച്ചക്കള്ളം പറയുകയാണേ. ഈ കള്ളം പറയുന്നത് ജന്മവാസനയായി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരത് തിരുത്തണമെന്ന വിനീതമായ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പോളിംഗ് ബൂത്തിൽ നിന്നിറങ്ങി ആത്മവിശ്വാസത്തിൽ ആറാടുന്ന മറ്റൊരാളെ പൊളിമിക്സ് കണ്ടു കോഴിക്കോട്ട്. UDF ഇതിൽ ഒരു ഉഗ്രൻ വിജയം നേടും എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഈ ആത്മവിശ്വാസം പക്ഷേ അമ്പലങ്ങളിൽ നിന്നോ ആരാധനാലയങ്ങളിൽ നിന്നോ ആർജിച്ചെടുത്തതല്ല. ഇത് ജനപിന്തുണയുടെ സമ്മാനമാണ്. സന്തോഷകരമായൊരു മുഹൂർത്തമായി ഞാൻ കാണുന്നു. പാസാക്കിയ ട്രാൻസ്ജെൻഡർ പോളിസി കേരളത്തിന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ട്രാൻസ്ജെൻഡർ പോളിസിയും കഴിഞ്ഞ് ഇപ്പം അതിൻ്റെ ആക്ഷൻ പ്ലാനിലേക്ക് കടന്നു കഴിഞ്ഞു. ഒരു കമ്മിറ്റിയെ രൂപീകരിച്ച് ഇതെങ്ങനെ ഇനി നമ്മൾ യാഥാർത്ഥ്യമാക്കും. ഇപ്പോൾ കോഴിക്കോട് സോഷ്യൽ ജസ്റ്റിസ് മീറ്റിംഗ് നടന്നപ്പോൾ ഞങ്ങൾ PSC മെമ്പേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇവർക്ക് ജോലി സംവരണം എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം അവർക്കിനി ജോലി കിട്ടണം. ജോലി കിട്ടുമ്പോൾ ആ ട്രാൻസ്ജെൻഡർ ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാകണം. സ്കൂളിൽ അവർക്ക് സ്വതന്ത്രമായി ഇരുന്ന് പഠിക്കാനുള്ള, എല്ലാവരുടെയും കൂടെ ഇരുന്ന് പഠിക്കാനുള്ള അവകാശം ഉണ്ടാകണം. ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രകടന പത്രികയിലും ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയുള്ള ഒരു റെഗുലേറ്ററി ബോഡി രൂപീകരിക്കുന്നതിന് വേണ്ടി അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം അംഗങ്ങളായിക്കൊണ്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാവണമെങ്കിൽ ഈ ഭരണം തുടരണം. ഭരണം തുടർന്നാൽ മാത്രം പോരാ, മന്ത്രി MK മുനീർ ഇതേ വകുപ്പിൽ തുടരണം. അതെല്ലാം നടക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പൊളിമിക്സിന് ജ്യോത്സ്യം അറിയില്ല. ജ്യോത്സ്യത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ജ്യോത്സ്യം അറിയുന്ന ചിലരെ കാണാം. അങ്ങനെ ദൈവസഹായത്താൽ കഴിയാവുന്നിടത്തോളം വോട്ടുകൾ യന്ത്രത്തിൽ കയറ്റി. ഇനി എന്താവുമെന്ന് പറയാൻ അറിവുള്ളവർ പറയട്ടെ. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് UDF വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടും. എല്ലാ വാദത്തിനും ഒരു മറുവാദമുണ്ടല്ലോ. വെസ്റ്റ് ബംഗാളിൽ എഴുന്നേറ്റ് നിൽക്കാൻ കോൺഗ്രസിന്റെ സഹായം കൂടെ വേണം. ആ പാർട്ടി കേരളത്തിൽ കോൺഗ്രസിനെ നിഷ്കാസിതരാകുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവര് ജനങ്ങളിൽ നിന്ന് വളരെ അകന്നു കഴിയുകയാണിപ്പം. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നില്ല. പരസ്യം കൊടുത്തത് കൊണ്ട് മാത്രം ജയിക്കുമെന്ന് ധരിക്കരുത്. സ്ത്രീ സുരക്ഷ എന്ന പരസ്യത്തിൽ വലിയ ഹെഡിങ്, KK രമയെ ആക്രമിക്കുന്ന വാർത്ത അതിനേക്കാൾ വലിയ വാർത്തയായിട്ട് വരുന്നു. മദ്യ നയം കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാര് 2 കൈയും നീട്ടി സ്വീകരിച്ചതാണ്. അപ്പൊ ഇപ്പൊ എന്താ എഴുതിയിരിക്കുന്നത്? ഈ മദ്യനയം അവർ തിരുത്തും എന്നാണ്.
അപ്പം ആളുകൾക്ക് മനസ്സിലായി LDF വരും, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞത് ആർക്കു വേണ്ടിയാണെന്നുള്ളത് ഇപ്പം മനസ്സിലായി. നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയവർ, വെറും സീറ്റല്ല, ഉറച്ച സീറ്റ് തന്നെ കിട്ടിയവർ, മുന്നണി ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രിയാവുമെന്ന് ഉറപ്പുള്ളവർ, അങ്ങനെയുള്ള രണ്ടുപേരെയാണ് ഇപ്പോൾ കണ്ടത്. എന്നാൽ ഇതൊന്നുമില്ലാത്തവരുണ്ട്. പക്ഷെ അവർക്കും വാശിയിലൊട്ടും കുറവില്ല. ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി കരുക്കൾ നീക്കുകയും ചെയ്ത ശ്രീ അബു ഒരിടത്തും സ്ഥാനാർത്ഥിയാവാത്തതിലുള്ള പ്രതിഷേധവും സങ്കടവും എല്ലാം ഇങ്ങനെ പറഞ്ഞു തീർക്കുകയാണ്. ഇപ്പോൾ കരീം എല്ലാ ആളുകൾക്കും 2 തവണ മത്സരിച്ചവർക്ക് 3-ാം തവണ മത്സരിക്കാൻ ഒരു എക്സംഷൻ കൊടുത്തു. മാസ്പാറ്റ് ലതികക്ക് കൊടുത്തു, പ്രദീകുമാറിന് കൊടുത്തു. എന്നാൽ എളമരം കരീമിന് മാത്രം ആ ഒരു പരിഗണന LDF കൊടുത്തില്ല. സംഘടനാ പ്രവർത്തന രംഗത്തും പറ്റാവുന്ന അനുയോജ്യരായ ആളുകൾ വേണമല്ലോ. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നടത്തുന്നത്. അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ആശങ്കയോ ഒരിടത്തും നിലനിൽക്കുന്നില്ല. 2 മാസം മുമ്പ് മലബാർ ജ്വല്ലരിക്കാരുടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ കരീമിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്വാഗതം പറഞ്ഞ ആളും അധ്യക്ഷൻ പറഞ്ഞ ആളും ഒക്കെ പറഞ്ഞു, ഭാവി മന്ത്രിയാണ് ഇവിടെ ഇരിക്കുന്നത്, അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ പോകുന്നയാളാണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അതെല്ലാം കേട്ട് ആത്മനിർവൃതിയോടുകൂടി എൻ്റെ അടുത്ത കരീം ഇരുന്നത് ഞാനിപ്പോൾ ഓർമ്മിക്കാം. സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാഥമികമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും കുന്നമംഗലം മണ്ഡലത്തിൽ പോസ്റ്ററുകൾ വരെ അച്ചടിച്ച് സൂക്ഷിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിലുള്ള ഒരു വെപ്രാളം അദ്ദേഹത്തെ സമനില തെറ്റിച്ചിട്ടുണ്ട്. 2 കാലിൽ മന്തുള്ള ഒരാൾ, ഒരു കാലിൽ ചെറിയ ഒരു നീരുള്ള എന്നെക്കുറിച്ച് കരീം ഇങ്ങനെ പറയുന്നത് ശരിയല്ല, അങ്ങനെ മന്ത്രിയാവുമെന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമായിരുന്നു ആ മുഖത്ത്. അല്ലാതെ അദ്ദേഹം നൂറി ചിരിച്ചു. ആത്മനിർവൃതിക്ക് ഇനി എന്ത് വേണം എന്ന മട്ടിൽ എൻ്റെ അടുത്തിങ്ങനെ ഞാൻ പതുക്കെ നോക്കി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സീറ്റ് കിട്ടാത്തതിൽ ഒരു മറ്റേ അദ്ദേഹത്തിന് പ്രദീപ് ഇവിടെയുള്ള പ്രദീപിന് അതുപോലെ ലതികക്കൊക്കെ കൊടുത്ത ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുക്കാത്തതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. സാധാരണഗതിയിൽ കേരളത്തിൽ LDFൻ്റെയും UDFൻ്റെയും നേതാക്കൾ തമ്മിലാണ് ഇങ്ങനെ കണക്ക് പറയാറുള്ളത്. എന്നാൽ ഇത്തവണ കാൽക്കുലേറ്ററുമായി നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ചിട്ട് നമ്മുടെ കേരള തനിമ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ വൈകുണ്ഠസ്വാമി തിരുവടികൾ, നാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അവരെല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ള കേരള തനിമ, ആ തനിമ ആണ് കേരളത്തിൻ്റെ വ്യക്തിത്വം. അത് വഴിപിഴച്ചു പോയിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. അത് തിരിച്ച് വീണ്ടും അതിൻ്റെ തനിമ അസർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ് NDA ചെയ്യുന്നത്. അതിന് വളരെ വിപുലമായ രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചു വരുന്നുണ്ട്. പഴയ കണക്ക് പുസ്തകം കൊണ്ട് നടക്കുന്നവർക്കത് മനസ്സിലാവില്ല. ഇലക്ഷൻ വോട്ടിംഗ് കൗണ്ടിങ് കഴിഞ്ഞാൽ അവർക്ക് ബോധ്യമാവും. രാജേട്ടൻ പറഞ്ഞതുപോലെ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ എല്ലാം ബോധ്യപ്പെടും എന്നു തന്നെയാണ് പഴയ കണക്ക് പുസ്തകത്തിന്റെ ആൾക്കാർ പറയുന്നത്. ഒരു പ്രശ്നവും വരിയില്ല. അവരുടെ താമര വല്ല കുളത്തിലും പിന്നെ വാടുകയേ. കേരളത്തിൽ ഇങ്ങനെ കണക്ക് കൂട്ടലും കിഴിക്കലും കണക്ക് തീർക്കലും എല്ലാം നടക്കുന്നതിനിടയിൽ ലോകോത്തര നിലവാരത്തിൽ വികസിച്ചു നിൽക്കുന്ന ഗുജറാത്തിലെ ഒരു പട്ടണത്തിൽ നല്ലൊരു വിശേഷമുണ്ടായി. પડીને 2 દિવસ માનવતા ન તોડી, કારણ કે 55 ભાઈ
ജംന നഗറിലെ MP പൂനം ബെൻ മാഡമാണ് സ്ലാബ് തകർന്ന് അഴുക്കുചാലിൽ വീണുപോയത്. ഗുജറാത്തിലെ നഗരങ്ങൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ലോകോത്തര നിലവാരത്തിലെത്തിയിട്ടുണ്ടെങ്കിലും അഴുക്കുചാലുകൾ നമ്മുടെ കോഴിക്കോട്ട് അങ്ങാടിയിലെ അഴുക്കുചാലുകൾ പോലെ തന്നെയാണ്. ഒരു മാറ്റവുമില്ല. ഈ വീഴ്ച കണ്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വന്ന കേന്ദ്രമന്ത്രി അനന്തകുമാർ ചോദിച്ച ഒരു ചോദ്യം ഓർമ്മ വന്നത്. Ultimately, people are asking that who is responsible for this sorry state of affairs? Who is responsible? തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി കേരളം മുഴുവൻ യാത്ര ചെയ്ത ശേഷം കേന്ദ്രമന്ത്രി അനന്തകുമാർ കോഴിക്കോട്ട് വെച്ച് ചോദിച്ച ചോദ്യമാണിത്. ആരാണ് കേരളത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ എന്ന്. അതേ ചോദ്യമാണ് ഗുജറാത്തിലെ MP ഓടയിൽ വീണപ്പോൾ പൊളിമിക്സിനും ഓർമ്മ വന്നത്. ആരാണ് ഗുജറാത്തിലെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ? ഏതാണ്ട് 2 വർഷക്കാലം മാത്രമായി മുഖ്യമന്ത്രിയായിരിക്കുന്ന ആനന്ദിബെൻ പട്ടേലാണോ, അതോ 15 വർഷക്കാലം അവിടെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ശേഖരം തീർന്നു പോയതിനാൽ ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ നിർത്തുകയാണ്. ഇനി ആവശ്യത്തിന് ചോദ്യങ്ങളുമായി നാളെ വരാം. അതുവരെ നന്ദി, നമസ്കാരം.